നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, ഇവിടെ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ ഗജേന്ദ്രമോക്ഷം എന്ന 26ാമത്തെ ദശകത്തിലെ 5ാമത്തെ ശ്ലോകം നാം ചർച്ച ചെയ്യുന്നു. പ്രിയമുള്ള പ്രേക്ഷകർ, ശ്ലോകം ശ്രദ്ധിക്കുക. ഹൂഹുസ്താവദ്ദേവലസ്യാപി ശാപാത് ഗ്രാഹീഭൂതസ്തജ്ജലേ വർത്തമാനഃ ജഗ്രാഹൈനം ഹസ്തിനം പാദദേശേ ശാന്ത്യർത്ഥം ഹി ശ്രാന്തിദോസി സ്വഗാനാം. ഇനി ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. ഹൂഹു താവത് ദേവലസ്യ അഭി ശാപാത് ഗ്രാഹീഭൂതഃ തജ്ജലേ വർത്തമാനഃ ജഗ്രാഹ ഏനം ഹസ്തിനം പാദദേശേ ശാന്ത്യർത്ഥം ഹി ശാന്തിദഃ അസി സ്വകാനാം. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. താവത് ദേവലസ്യ ശാപാത് ഗ്രാഹീഭൂതഃ തജ്ജലേ വർത്തമാനഃ ഹൂഹു ഏനം ഹസ്തിനം പാദദേശേ ജഗ്രാഹ സ്വകാനം ശാന്ത്യർത്ഥം ശാന്തിദഃ അസി ഹി. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. അക്കാലത്ത് ദേവലമുനിയുടെ ശാപത്താൽ മുതലയായി തീർന്ന് ത്രികൂടപർവ്വതത്തിൻ്റെ ചരിവിലുള്ള ആ താമരപ്പൊയ്കയിൽ കഴിഞ്ഞിരുന്ന ഹൂഹു എന്ന ഗന്ധർവൻ ആ ഗജേന്ദ്രൻ്റെ കാലിൽ പിടികൂടി. അവിടുന്ന് ശാന്തി നൽകാൻ വേണ്ടിയാണല്ലോ തൻ്റെ ഭക്തർക്ക് പീഡയുണ്ടാക്കുന്നത് എന്ന് പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരം. നമസ്തേ.